ശ്രീ ഹസ്കർ. ശ്യാംബാബു, ഇതില് ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആക്ടിന്റെ ഉദ്ദേശശുദ്ധി തന്നെ വ്യക്തമാക്കപ്പെടുന്നത് ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പൊ ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് നിർബന്ധിതമായി നടത്തപ്പെടേണ്ട പ്രക്രിയ തന്നെയാണ്, ഒരു സംശയ കാര്യത്തിലില്ല. ഇതിൽ ഏതെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ കാലാനുസൃതമായി സമയബന്ധിതമായി നടത്തി തീർക്കേണ്ട ഓഡിറ്റുകൾ ഏതെങ്കിലും വീഴ്ച വന്നിട്ടുണ്ട്, അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് തന്നെയാണ്. ഭക്തരെ അറിയിക്കണം. അല്ല, ഇപ്പൊ നമ്മൾ വിവരാവകാശമുള്ള ഒരു ജനതയാണ്. സ്വാഭാവികമായും ആ വിവരാവകാശമുള്ള ജനത എന്ന നിലയിൽ നമുക്ക് വിവരങ്ങൾ അറിയുന്നതിന് 30 ദിവസത്തെ സമയം മതി. ഇത്തരമൊരു ഓഡിറ്റ് റിപ്പോർട്ട് നടത്തപ്പെട്ട് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. നാം അത് അറിയുക തന്നെ ചെയ്യും, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അപ്പോൾ ഇതിൽ ഭക്തരെയും എന്ന അർത്ഥത്തിൽ വിശ്വാസ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന കുതന്ത്രങ്ങളാണ് ഇപ്പോ സംഘപരിവാർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം വിശ്വാസികളെ ആകമാനം ചേർത്തു പിടിക്കുന്നു എന്ന രാഷ്ട്രീയ ധാര ചിന്താഗതി ഉയർത്തിപ്പിടിക്കുന്ന സംഘപരിവാർ സംഘടനകൾ യഥാർത്ഥത്തിൽ വിശ്വാസികളെയാണോ ചേർത്തു പിടിക്കുന്നത്? ഇവിടെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം നേടുക എന്ന ദുരുദ്ദേശത്തിലാണ് ഇത്തരം പ്രവൃത്തികളും വാക്കുകളും സംഘപരിവാർ വായികളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് വിരോധം തോന്നരുത് ശ്രീ അസ്കർ. ഒരിക്കലും നവോത്ഥാനം മതിലും ഒക്കെ പണിയാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവാക്കി വലിയ സമിതികളൊക്കെ രൂപം നൽകി കോൺഫറൻസുകളൊക്കെ നടത്തി ഈ ആക്ടിവിസ്റ്റുകളെ, ഭക്തി എന്ന മര്യാദയ്ക്ക് മലയാളത്തിൽ എഴുതാൻ പോലും അറിയാത്ത ആക്ടിവിസ്റ്റുകളെ അങ്ങോട്ട് പോലീസിന്റെ കാവലിൽ കയറ്റിയതും അതിന് പിന്നാലെ പെട്ടെന്നൊരു ബോധോദയം വന്ന് പമ്പാ തീരത്തൊരു അയ്യപ്പ സംഗമം നടത്തിയതും രാഷ്ട്രീയ ദുഷ്ടലാക്കല്ലാതെ മറ്റെന്താണ്? അല്ല, ഇവിടെയാണ് നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ കമ്മ്യൂണിസ്റ്റുകൾ എപ്പോഴും വിശ്വാസികൾ അല്ലാതിരിക്കുകയും അവർ നാസ്തികരായി തുടരുന്നു എന്ന കാര്യം നിങ്ങൾക്ക് ആവർത്തിച്ചു പറഞ്ഞ് വിശ്വാസ സമൂഹത്തിലെ ആളുകളുടെ അവരെ ചൂഷണം ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് സംഘപരിവാർ നടത്തുന്നത്. ഭൂരിപക്ഷ മതത്തിന്റെ മാത്രം രാഷ്ട്രമായി നാസ്തികതയാണ്. കമ്മ്യൂണിസത്തിന്റെ ബേസ് എന്ന് പറയുന്നത് നാസ്തികതയാണ്. ഇപ്പൊ സംഘപരിവാറിന്റെ ബേസ് ഈശ്വരതയാണ്. കമ്മ്യൂണിസത്തിന്റെ ബേസ് നിങ്ങൾ കാർൽ മാർക്സിനെയും എംഗൽസിനെയും അംഗീകരിക്കാത്ത ആളാണോ? അങ്ങനെയല്ല. അതില് മാർക്സ് പറഞ്ഞതിനെ നിങ്ങൾ തെറ്റിദ്ധാരണ ഭൗതികവാദമാണ്. അങ്ങനെയല്ല, പദാർത്ഥങ്ങൾ എന്നാണ് അല്ല ഞാൻ വിശ്വസിക്കുന്നത്. മതമനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞത് മാർക്സ് ആണ്. മനസ്സിലായില്ലേ? മതമല്ല പ്രശ്നം, എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം എന്ന് പറഞ്ഞത് 1960 കമ്മ്യൂണിസ്റ്റുകാരനാണ്. മനസ്സിലായില്ലേ? EMS-ഉം AKG-യും കൃഷ്ണപിള്ളയും ഒരിക്കലും അമ്പലത്തിന്റെ തിണ്ണകൾ നിരങ്ങിയിരുന്നില്ല. കമ്മ്യൂണിസം വളർന്നത് ഒരിക്കലും അമ്പലത്തിന്റെ മുറ്റത്തുമായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളില്ല ഹൈന്ദവ രക്തം, ഞങ്ങളില്ല ഇസ്ലാം രക്തം, ഞങ്ങളില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം. ഇതാണ് കമ്മ്യൂണിസത്തിന്റെ മുദ്രാവാക്യം. നിങ്ങൾ സാഹിത്യത്തിനനുസരിച്ച് ഒരു ക്ലോക്ക് കടയിലെ റിപ്പയറിംഗ് കടയിലെ ക്ലോക്ക് റിപ്പയറിംഗ് കടയെ പോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരു നിലപാടില്ല. ചിലതിൽ 6 മണി, ചിലതിൽ 12 മണി, ചിലത് 1 മണി എന്നൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിലപാടുകളില്ല. നോക്കൂ, RSSന് 100 വർഷമായി. 25 നിലപാടാണ് 2025 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 105 വയസ്സായി. 105 വയസ്സായി. താഷ്കന്റാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങൾക്ക് നിലപാട് എന്താ? ദൈവമുണ്ടോ? മറ്റു സിമ്പിളായ ചോദ്യം, ദൈവമുണ്ടോ? ശരി, രാജേഷ് ചോദിച്ചത് വളരെ യുക്തിഭദ്രമായിട്ടുള്ള ചോദ്യമാണ്. ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് അങ്ങ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ മാർക്സിയൻ ഐഡിയോളജി ബേസ് ചെയ്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. CPI അതിൽ നിന്ന് വ്യത്യാസമല്ല, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഐഡിയോളജിയുടെ ഭാഗമായി തന്നെയാണ്. അങ്ങ് പറയും മാർക്സ് പറഞ്ഞിട്ടുണ്ട് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് തന്നെ എന്നാണ്. എന്തുകൊണ്ടെന്നാൽ മതം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയം മതത്തിലും ഇടപെടാൻ പാടില്ലെന്ന പ്രഖ്യാപിത നിലപാടിൽ ഉറച്ചു വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPI-ഉം മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും. അത് ഞങ്ങളുടെ നിലപാടാണ്. ആ നിലപാടിൽ അചഞ്ചലമാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത് എന്ന ബോധം കൂടി ഞങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൽ വിശ്വസിക്കുകയും ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന്റെ പൂർത്തീകരണത്തിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോ ഇവിടെ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഭാഗമായി നിന്ന് പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിച്ച് പാർലമെന്ററി ജനാധിപത്യത്തിൽ പല സഖ്യകക്ഷികളുമായി ചേർന്ന് നിന്ന് ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ സഖ്യകക്ഷി ഭരണമാണ് കേരളത്തിലുള്ളത്. അതാണ് കേരളത്തിലെ വ്യത്യാസം.